ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കുന്നത് ചവ്വരിയും മത്തങ്ങയും വെച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കവറ് ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചവ്വരി എന്നും സാബൂനരി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അരമണിക്കൂർ ഒന്ന് കുതിർത്തിട്ടെടുക്കാവേ. ആ സമയത്ത് നമുക്ക് നമ്മുടെ മത്തൻ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പീസ് മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെ ആ ഒരു കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ മത്തനെല്ലാം ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇതേപോലെ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ഇത് നമ്മുടെ മത്തൻ ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ റെഡിയാക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ തോരനൊക്കെ അരിയില്ലേ, അതേപോലെ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പകരം നിങ്ങൾ ഞുറുക്കിയിട്ട് കൊടുത്താലും മതി. ഒരു 3-4 പീസ് അളവിൽ ചെറിയ പീസായിട്ട് ഞുറുക്കിയിട്ടിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. കണ്ടോ, ഇതേപോലെ പൊടിയായിട്ടെല്ലാം ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് ഞുറുക്കിയിടുകയാണെങ്കിൽ നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചവ്വരി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. നല്ല രീതിക്കൊന്ന് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് നമുക്ക് വറുത്ത് കോരിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്ക മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ മുന്തിരി ഒന്നായി കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മത്തൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തനൊക്കെ ഒന്ന് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം നമുക്ക് ഈ ഒരു നെയ്യിലിട്ടിട്ട് മത്തൻ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ല രീതിക്കൊന്ന് മത്തൻ സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റൊന്നും വേണ്ട, 5 മിനിറ്റോളം എങ്കിലും നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ മത്തൻ ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുവേ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരു അര ഗ്ലാസ് അടുപ്പിച്ചിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചിട്ടെടുക്കാവേ. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുന്നെങ്കിലും നമ്മളൊരു സ്പൂണോ സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഉടച്ചൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തനൊക്കെ ഏതാണ്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി ഉണ്ടല്ലോ, സാബൂനരി, അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാബൂനരി ഇട്ട് കൊടുക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ ചവ്വരി എന്നാണ് പറയുന്നത്, വടക്കോട്ടൊക്കെ സാബൂനരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെയും കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പായസമൊക്കെ വെക്കുമ്പോഴത്തേക്ക് വലിയൊരു ടാസ്ക്കാണല്ലേ ഈ ഒരു ചവ്വരി വേവിച്ചിട്ടെടുക്കുക എന്നുള്ളത്. കുക്കറിലൊക്കെ വെച്ചിട്ട് നമ്മൾ വിസിൽ ഏൽപ്പിച്ച് വേവിച്ചിട്ടൊക്കെ അല്ലേ സാധാരണ എടുക്കാറുള്ളത്. പക്ഷെ നിങ്ങളാരും അങ്ങനെ ചെയ്യണ്ട കേട്ടോ.
ചവ്വരി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കൂ. നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചവ്വരി വെന്ത് മീൻ കണ്ണൊക്കെ തെളിയുന്നത് പോലെ തെളിഞ്ഞ് വരും കേട്ടോ. കണ്ടോ, ഞാൻ അതിനെ ഒന്ന് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ മത്തനും ചവ്വരിയും ഒക്കെ ഇവിടെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഞാൻ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുവാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് മത്തൻ എടുക്കുന്നത്, ചവ്വരി എടുക്കുന്നത്, അതനുസരിച്ചിട്ട് വേണം നെയ്യുടെയും പാലിൻ്റെയൊക്കെ അളവ് നിശ്ചയിക്കാനായിട്ട്. ഇത് ഞാൻ പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് സാധാരണ നമ്മൾ അടപ്രഥമനൊക്കെ വെക്കില്ലേ, അതേപോലെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ ചവ്വരി എത്രമാത്രം സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു 5 മിനിറ്റ് മതി നമുക്ക് നമ്മുടെ ചവ്വരി വെന്ത് കിട്ടാനായിട്ട്. അതൊരു ടിപ്സ് അല്ലേ, അപ്പോൾ എല്ലാ കൂട്ടുകാരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി പായസം ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ, അപ്പോൾ നമ്മുടെ മത്തനും സാബുനരിയും പാലും ഒക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ശർക്കര പാനിയാക്കി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കറുത്ത ശർക്കരയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറുത്ത ശർക്കര എടുക്കുമ്പോഴത്തേക്ക് നല്ല അഴുക്കും പൊടിയൊക്കെ കാണും കേട്ടോ. 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ അരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര പാനി എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ കറുത്ത ശർക്കര ആകുമ്പോഴത്തേക്ക് നമ്മുടെ പായസത്തിന് നല്ലൊരു കളറായിരിക്കും. അടപ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു കറുത്ത കളർ കിട്ടില്ലേ, അതേപോലെ ഇരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഈ ഒരു പായസം ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കൂടി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഏലക്ക കൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ചുക്കിൻ്റെ പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പായസം റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ ചവ്വരി പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയുള്ള അടിപൊളിയായിട്ടുള്ള മത്തങ്ങ പ്രഥമൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ എത്രമാത്രം കുറുകി കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഇതേപോലെ. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസം റെഡിയാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസിൽ തന്നെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മത്തങ്ങ പ്രഥമൻ റെഡിയായി വരുന്ന സമയത്ത് നല്ല രീതിക്ക് അങ്ങ് കുറുകി കട്ട പിടിച്ചു പോകും. അങ്ങനെ കഴിക്കുന്നത് നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ. ഇതേ രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.